ബിഫോർ സുവിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സുവിച്ചേട്ടൻ. ഈ കൊല്ലസുതി എന്ന് പറയുന്ന ഹാസ്യതാരത്തിന്റെ മരണം നമ്മളെ ഏവരെ ഒരുപാട് വിഷമിപ്പിച്ച, ഒരുപാട് ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു. മരണം മാത്രമല്ല, മരണത്തിന് ശേഷം പുള്ളിയുടെ ഭാര്യയായ രേണുസുതിയും ആദ്യ ഭാര്യയിലുണ്ടായ മകന്റെയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും നമ്മൾ മലയാളികളുടെ ഒരു കൺസേൺ ആയിരുന്നു ആ സമയത്തൊക്കെ, അല്ലേ? പക്ഷേ ഈ ഒരു സമയത്ത് മലയാളികളുടെ ആ ഒരു നല്ല മനസ്സിനെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, സുധിയുടെ മരണശേഷം ആ ഫാമിലിക്ക് എന്താകുമെന്ന് കരുതിയിട്ട് പലരും ആ ഫാമിലിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു വീടാണ്. മലയാളികളുടെ കയ്യിൽ നിന്ന് ഇത്രയും സഹായവും സ്നേഹവും ഒക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഇന്ന് ആ ഒരു ഫാമിലി സോഷ്യൽ മീഡിയ കത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ കത്തിക്കുകയാണ്. ഒരു യുദ്ധക്കളമാണ് ആ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ കിച്ചുവും മൂന്നാം ഭാര്യയും തമ്മിലാണ് ഇപ്പോൾ ഉള്ള പോര്. ആ ഒരു യുദ്ധക്കളമാണ് ഇപ്പം പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ ദാസ് എന്തിനാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നമ്മുടെ കൊല്ലസുതിയുടെ മൂന്നാം ഭാര്യയായ രേണുവിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ആ വിഷയങ്ങളിലേക്ക് ആഴത്തിൽ തന്നെ ഒന്ന് ഇറങ്ങി നോക്കാം. വേലി ചാടിയ പശു കോലുകൊണ്ട് തന്നെ തീരും. നമ്മുടെ ഇന്നത്തെ വിഷയം രേണുസുതി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വേലി ചാടിയ പശു ആരാണെന്നും ആരാണ് കോലുകൊണ്ട് ചാവാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ? ശരി, നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ വീണ്ടും രേണുസുതിക്ക് ലൈം ലൈറ്റിൽ തന്നെ നിൽക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ കിച്ചുവാണ്. കിച്ചുവിൻ്റെ ആ ഒരു വൈറൽ വീഡിയോ ആണ്. അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളാദ്യം ഞാൻ കാണാൻ വന്നു, ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി? അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? സുധി മരിച്ച സമയത്ത് രേണുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കിച്ചുവിനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്നാൽ ആ കണ്ണീരിന് പിന്നിൽ വലിയൊരു അവഗണനയുടെ കഥയാണ് കിച്ചുവിന് പറയാനുള്ളത്. കിച്ചുവിൻ്റെ ആരോപണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊല്ലം സുധി മരിച്ച ദിവസം ഇവരെല്ലാവരും നിന്ന് ഇപ്പം കോട്ടയത്തെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർ കോട്ടയത്തെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിലേക്ക് പോകുന്നത് ഒരു ടൂർ പോകുന്ന ലാഘവത്തോടെയാണ് അവർ പോകുന്നത്. അതുമാത്രമല്ല, പോകുന്ന വഴിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ വണ്ടി നിർത്തി അവിടെ പോയി ഫുഡ് കഴിച്ചു. എന്തൊരു ഫാമിലിയാണല്ലേ. ഇങ്ങനെ നിൽക്കുക, ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവുക. അതുമാത്രമല്ല, വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ രേണുസുതിയെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും രേണുസുതിൻ്റെ ഉത്തരവാദിത്വം, രേണുസുതിയുടെ അച്ഛൻ്റെത്, രേണുസുതിയുടെ സഹോദരങ്ങളുടേത്, മാമൻ്റെത്, മച്ചാൻ്റെത് എല്ലാം നമ്മുടെ സുധിയാണ്. അതായത് മരിച്ചുപോയ കൊല്ലം സുധിയാണ് എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവരുടെ ചിലവ്, ഇവരാരും ഒരു ജോലിക്കോ ഒന്നുമില്ല, മേലനങ്ങിയുള്ള ഒരു പരിപാടിയില്ല. ഫുൾ കുടുംബം ഉടായ്പാണ്. അടുത്ത ആരോപണം എന്താണെന്ന് വെച്ചാൽ, കൊല്ലം സുധി മരിച്ചതിന് ശേഷം അവർക്ക് ഒരു വീട് കിട്ടിയല്ലോ. ആ വീട്ടിലേക്ക് നമ്മുടെ കിച്ചു ഒരു അതിഥിയെ പോലെയായിരുന്നു. സ്വന്തം അച്ഛൻ മരിച്ചതിന് കിട്ടിയ വീട് മൂന്നാനമ്മ സ്വന്തമാക്കി വെച്ചു. അത് അടുത്തൊരു ആരോപണം. ഇനി അടുത്ത പ്രധാനമായ ആരോപണങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ, നിരന്തരമായി രേണുവിൽ നിന്ന് കിട്ടുന്ന അവഗണന. അതുമാത്രമല്ല, തൻ്റെ അച്ഛന് കിട്ടിയ ആ വീട്ടിലേക്ക് താൻ വരുന്നത് പോലും രേണുവിന് ഇഷ്ടമല്ലായിരുന്നു എന്ന സത്യം. ആ ഒരു ചെറിയ പ്രായത്തിൽ അവൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ആ പയ്യൻ വിട്ട വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കിച്ചു ജനിച്ച ഉടനെ അവൻ്റെ അമ്മ, അതായത് നമ്മുടെ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ, ആ കൈക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏവൻ്റെയോ കൂടെ പോയി. പിന്നെ നോക്കിയതെല്ലാം സുധിയാണ്. അത് കഴിഞ്ഞിട്ട് സുധി വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു. അവർക്കും ഈ പയ്യനെ ഇഷ്ടമായിരുന്നില്ല. അവിടെയും ഈ പയ്യൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അതിനുശേഷമാണ്, അതായത് കിച്ചുവിന് ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ രേണുസുതി നമ്മുടെ സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സുധി നമ്മുടെ 10 വയസ്സുള്ള പയ്യൻ്റെ അടുത്തൊക്കെ കാര്യമൊക്കെ ചോദിച്ചിട്ടാണ് ഇവരെ കല്യാണം കഴിയുന്നത്. ഫസ്റ്റ് രേണുവിൻ്റെ അഭിനയം ഒരു നല്ല സ്ത്രീയായിട്ടൊക്കെ ആയിരുന്നു. ആ സമയത്തും രേണു ഇതേപോലെ വേലി ചാടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളിനി അന്വേഷിച്ച് പോയാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സുധി മരിച്ചു കിടക്കുമ്പോൾ അവർ ഒരു ടൂറ് പോലെയൊക്കെ പോയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. നമ്മുടെ കൊല്ലം സുധി ചെയ്തു വെച്ചതിൻ്റെയൊക്കെ പാപം അനുഭവിക്കുന്നത് ആ ഒരു പാവപ്പെട്ട പയ്യനാണ്.
പിന്നെ സുധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാര്യം നമ്മളിന് മരിച്ച് മുകളിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ എന്തോ ലഹരിയൊക്കെ അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊക്കെ തുറന്ന് പറയാനുണ്ടായ ഒരു ധൈര്യമുണ്ടല്ലോ, അത് ധൈര്യമാണ്. പക്ഷേ അങ്ങനെ തുറന്ന് പറയേണ്ടിയിരുന്നില്ല. ചില വിഷയങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു വിടുന്നതിനേക്കാളും ഒന്ന് മറച്ചൊക്കെ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ദുശീലമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റിയും ഒരു വിൽ പവറും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയണമെന്നില്ല. പറഞ്ഞത് ആ പയ്യൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്കിവിടെ കാണാം. ഈ സമൂഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഫേവറബിളായിട്ടിരിക്കാൻ ചാൻസ് ഇല്ല. ഇത്രയും ആരോപണങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനെതിരെയും വരുമ്പോൾ രേണുസുധി എന്തായിരിക്കും ചെയ്തിരിക്കുക? അതെ, വീഡിയോ ഇട്ടു, കരഞ്ഞു മെഴുകി. എൻ്റെ ജീവിതം അതിന് മുന്നുള്ള ജീവിതം എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഇത്രയധികം ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് പോലുമില്ലാതെ കരയാനുള്ള കഴിവ് രേണുസുധിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. രേണുവിൻ്റെ മുതലക്കണ്ണീരിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സൈബർ ആക്രമണം. താൻ തൻ്റെ ലൈഫ് പബ്ലിക് മുന്നിൽ തുറന്നു വെച്ചിട്ട് എന്നെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞു കിടന്ന് വിലപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുധി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുധി, ഈ രേണുസുധി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും അപരാധം പിടിച്ച പോലുള്ള ഒരു ജീവിതം ജീവിച്ചിട്ട് എന്നെ എല്ലാവരും സൈബർ ആക്രമണം നടത്തുന്നു, എൻ്റെ പേരിൽ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും 1% സത്യാവസ്ഥയുണ്ടോ? ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. ഇവരെ കാണുമ്പോൾ ക്യാമറയും പൊക്കി പിടിച്ച് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അവരെയൊക്കെയാണ് ഫസ്റ്റ് പറയാനുള്ളത്. മീഡിയ അറ്റൻഷൻ ഇത്രയും കിട്ടുന്നതിന് ഒറ്റ കാരണം കൊണ്ടാണ് ഈ സ്ത്രീ ഇത്രയും ഇവിടെ കിടന്ന് ആടിപ്പൊടിക്കുന്നതൊക്കെ നമ്മൾ നാട്ടുകാർ കാണേണ്ടി വരുന്നത്. ഈ മീഡിയ അറ്റൻഷനൊക്കെ ഒന്ന് കുറഞ്ഞാൽ വീണ്ടും താഴെ വരാവുന്നതേ ഉള്ളൂ. എത്രത്തോളം വികൃതമാണ് അവരുടെ ജീവിതം. ഒരു റിയൽ ലൈഫിലെ ഒരു വില്ലത്തി എന്നൊക്കെ പറയാൻ തക്കവണ്ണമുള്ള എല്ലാ സ്വഭാവ സവിശേഷതയുമുള്ള ഒരു സ്ത്രീയാണ് ഈ രേണുസുധി എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ കൊണ്ട് ഇങ്ങനെയൊന്നും അല്ലാതെ വേറെ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ ജീവിതമൊക്കെ. അവർ രണ്ടുപേരും പറയുന്നതിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാശുപരമായിട്ടുള്ള ബന്ധം മാത്രമേ അവർ തമ്മിൽ ഉള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. കിച്ചുവും പറയുന്നത് അതാണ്, കാശ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കും എന്നൊരു. അതുപോലെയാണ് അവരും പറയുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിച്ചുവിന് ഇത്രയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ ചോദിക്കുമ്പോൾ കാശ് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവൻ എന്നെപ്പറ്റി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കാശ് മാത്രമാണോ സ്ത്രീയെ ജീവിതം? ആ സ്ത്രീക്ക് കാശ് മാത്രം മതി അവരുടെ ജീവിതം. അതിനൊരു തെളിവാണല്ലോ അവരുടെ ഇൻസ്റ്റാഗ്രാം. ഒരു സമയം തുണി അഴിച്ചിട്ടിരുന്നിട്ട് എന്തെങ്കിലും വീഡിയോ കാശിന് വേണ്ടിയിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാർ എന്നെ എന്തൊക്കെയോ പറയുന്നു, ഞാൻ വീണ്ടും കരയുന്നു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ അവർ ഈ കരയുന്നു എന്ന് പറയുന്നതല്ലാതെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് പോലും നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ ചാകാൻ പോകുന്നു, എനിക്ക് ഇത്രയും ആരോപണങ്ങളൊന്നും കേൾക്കണ്ട, ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ അവർ വീണ്ടും തുണി അഴിച്ചിട്ട് ബിഫോർ സുചേട്ടൻ ആൻഡ് ആഫ്റ്റർ സുചേട്ടൻ. രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻസ് ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് നമ്മുടെ കിച്ചു ഇപ്പോൾ ഓപ്പണായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ച ഒരു വിവരം. ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റിനെ കുറിച്ച് രേണു പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കണം, സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം എനിക്കും എൻ്റെ കുട്ടികൾക്കും ജീവിക്കണം, അതിനൊരു വരുമാന മാർഗം, എനിക്ക് സീരിയലിലോ സിനിമയിലോ എനിക്ക് ചാൻസ് കിട്ടില്ല, അതിനൊരു വരുമാന മാർഗമാണ് ഇതെന്നാണ്. നമ്മൾ കാശുണ്ടാക്കുന്നത് ജോലിയെടുത്തായിരിക്കണം, അല്ലാതെ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടൻസ്, അതായത് തുണി അഴിച്ച് കാണിച്ചല്ല കാശുണ്ടാക്കുന്നതെന്നും അതിന് വേറൊരു പേരാണ് നമ്മളെ നാട്ടിൽ വിളിക്കുന്നതെന്നും ആ ഒരു സംഭവത്തിലേക്ക് കൂടുതൽ കടന്നാൽ അത് വീണ്ടും ഒരു ആവർത്തന വിരസതയാവും. അത് ആൾക്കാർ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഈ കോപ്രായങ്ങളൊക്കെ. ഫസ്റ്റ് ദാസിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൽബം ഷൂട്ടൊക്കെ ആയിരുന്നു. അതിൽ കാണിച്ച കോപ്രായങ്ങളും ചില ചേഷ്ടകളും അത് കണ്ട ആൾക്കാർ ചൊടിച്ചപ്പോഴാണ് ഇനിയും കുറച്ചും കൂടെ ചൊടിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ടോപ്പിക്കിലേക്ക് അവർ വന്നത്. ആ പാവപ്പെട്ട സ്ത്രീ ഇനി ജീവിക്കാൻ ഏതൊക്കെ അറ്റം വരെ പോകുമെന്ന് നമുക്ക് കണ്ടറിയണം. ഏതൊക്കെ അറ്റം വരെ പോയാലും ഒരു മാന്യമായിട്ടുള്ള രീതിയിലല്ല അവരുടെ പോക്കെന്ന് നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കിച്ചു പറയുന്നത് എല്ലാം പൂർണ്ണമായി ശരിയാണോ, അതോ രേണു പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കിച്ചു പറയുന്നതിൻ്റെ രേണു പറയുന്നതിൻ്റെ നടുവിലാകാം സത്യം. രേണു കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്കുള്ള മറുപടി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുഞ്ഞുനാളിലിരുന്ന് വരെ വളരെയധികം കഷ്ടപ്പാടുകളും അവഗണനയും സഹിച്ചാണ് ആ പയ്യൻ ഇതുവരെ ജീവിച്ചത്. ഇനിയെങ്കിലും ഇതെല്ലാം മാറി അവൻ്റെ ലൈഫിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ആയിരിക്കട്ടെ, ഒരു നല്ലൊരു സൈഡ് ആയിരിക്കട്ടെ, അവന് നല്ലൊരു ലൈഫ് ആവട്ടെ ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ.